നമസ്കാരം, എൻ്റെ പേര് ഇന്ദു. ഞാനൊരു കൊല്ലംകാരിയാണേ. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടാന്നൊരു ചൊല്ല് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല അല്ലേ? എനിക്കും അറിയില്ല. ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും. അപ്പം നമുക്കറിയാമല്ലോ. ഞങ്ങളുടെ കൊല്ലം ഉണ്ടല്ലോ, കുറേ നാൾ മുമ്പ് വരെ മീനിൻ്റെ ചാകരയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ട്രോളിൻ്റെ ചാകരയാന്നേ. കാര്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ലേസിനേരി കുറഞ്ഞതിനടി, സദ്യക്ക് പപ്പടം കിട്ടാത്തതിനടി, സർവമാന ഇടത്തും അടി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ എൻ്റെ നാട്ടുകാരുടെ കുറ്റം പറയാൻ വന്നതാണോ എന്ന്. ഒരിക്കലും അല്ല, തിരിച്ചങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇതിവിടെ പറഞ്ഞെന്ന് വെച്ചാൽ, ഏതെങ്കിലും ട്രോളന്മാർ എൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെയും കൂടി ഒന്ന് ട്രോളണം. ഫ്രീ ആയിട്ട് എനിക്കൊരു പബ്ലിസിറ്റി ആവുമല്ലോ. സാധാരണ ഉണ്ടല്ലോ, ഇവിടെ സ്റ്റാൻഡപ്പ് പറയാൻ വരുന്നവർക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഈശ്വരാ എന്ത് കണ്ടന്റ് പറയുമെന്നുള്ളതാ. എനിക്കങ്ങനെ യാതൊരു ടെൻഷനും ഇല്ല. ആകപ്പാടെ ഒറ്റ ടെൻഷനേ ഉള്ളൂ, ഈശ്വരാ എന്ത് കോസ്റ്റ്യൂം ഇടുമെന്ന്. അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഉള്ളതാണല്ലോ. നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ വാഴാക്കില്ലല്ലോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഗാഢമായിട്ട് ചിന്തിക്കുകയായിരുന്നു, എന്ത് കോസ്റ്റ്യൂം ഇടും. അപ്പം എൻ്റെ കെട്ടിയവൻ ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയാ, എന്തോടി നീ ഇത്രയ്ക്ക് ഇരുന്നങ്ങ് ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ നാളെ അല്ലേ പ്രോഗ്രാം, ഞാൻ ഏത് കോസ്റ്റ്യൂം ഇടും? അപ്പം എൻ്റെ ചേട്ടൻ പറയുവാണേ, എൻ്റെ മോള് ഏത് ഡ്രസ്സ് ഇട്ടാലും കാണാൻ സുന്ദരിയല്ലേന്ന് എന്ന് നിങ്ങളൊക്കെ വിചാരിക്കും. പക്ഷെ ഈ മനുഷ്യൻ എടുത്ത വായിക്ക് പറയുവാണേ, എൻ്റെ പെണ്ണെ നീ പോയിരുന്ന വല്ല ആനുകാലിക സംഭവങ്ങളും എടുത്ത് സ്റ്റാൻഡപ്പ് ചെയ്യാനെന്ന്. പിന്നെ ഇങ്ങനെയുള്ള പറച്ചിൽ കേട്ടാ വിചാരിക്കും എന്നെ ഇവിടെ PSC കോച്ചിങ്ങിനാ വിളിച്ചതെന്ന്. അതും വർഷത്തിലൊരിക്കൽ മാത്രം പത്രം വായിക്കുകയും ഗോസിപ്പ് നോക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുകയും ചെയ്യുന്ന എന്നോട് ആ മനുഷ്യനത് പറയാൻ കൊള്ളാവോ? ഞാൻ എപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്നി ഏട്ടാ, വീട്ടിൽ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇനി ഇതൊന്നും പോരെങ്കിൽ നമുക്ക് കുറേ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇത്രയും കണ്ടന്റ് കിടക്കുമ്പോൾ ഞാൻ എന്തിനാ പുറത്ത് പോയി വേറെ അന്വേഷിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടന്റിൻ്റെ പേരാണ് ലീന. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാട്ടോ ഞങ്ങൾ പരിചയപ്പെട്ടത്. അല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഏകദേശം അനുഭവം ഉണ്ടാവുമല്ലോ. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പക്ക ഡീസൻ്റാ. കൃത്യം 5:30 പുള്ളിക്കാരത്തി പഠിക്കാൻ അലാറം വെക്കും. നിങ്ങളുമൊക്കെ ആ കൂട്ടത്തിലായിരിക്കുമല്ലോ. എന്നിട്ട് 5:30 ഈ അലാറം അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവൾ എഴുന്നേറ്റ് ഇത് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങും നിങ്ങളെപ്പോലെ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അവൾ അങ്ങനെയേ അല്ല. കൃത്യം 5:30 അലാറം വെക്കുന്ന ഇവള് 5 മണിയാകുമ്പം എഴുന്നേക്കും. എന്നിട്ട് ആ ഫോണിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ഞാൻ ചോദിച്ചത്, എന്തായിട്ട് നിനക്ക് വട്ടായി രാവിലെ എണീറ്റ് ഇങ്ങനെ അലാറം വെച്ചിട്ടിരിക്കുന്നു? എടി പെണ്ണെ, നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണല്ലേ, അത് അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും അവളൊരു മടിച്ചിയൊക്കെ ആണ്, പഠിക്കത്തില്ലെന്ന്. പക്ഷെ പഠിക്കാൻ നല്ല മിടുക്കിയ, ഇത്തിരി അതിബുദ്ധി കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഞങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത്. അങ്ങനെ ഞങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുക കേട്ടോ. കഷ്ടം പാവം, അവൾക്കന്ന് ജലദോഷമായിരുന്നു. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് തുമ്മലോട് തുമ്മൽ. അപ്പം ഞാനൊന്ന് നോക്കി, നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ. ഞാൻ നോക്കിയപ്പം ഇവള് പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് വലിച്ചെടുക്കുന്നു, തുടയ്ക്കുന്നു, എഴുതുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നേരത്തുണ്ടല്ലോ, കർച്ചീഫ് ഓരോ വട്ടം ഓരോന്നോരോന്നായിട്ടാണ് പോക്കറ്റിൽ നിന്ന് പൊങ്ങി വരുന്നത്. ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി, നമ്മളല്ലെങ്കിൽ ഇച്ചിരി സൂക്ഷ്മ നിരീക്ഷണം നടത്തുമല്ലോ. നോക്കിയപ്പോൾ എന്താ, ചപ്പാത്തിക്കകത്ത് കോപ്പി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളെ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് അതുക്കും മേലെ കോപ്പി എഴുതാം, വിശപ്പ് മാറും, തെളിവും നശിപ്പിക്കാം. എങ്ങനെയുണ്ട്? ഇതൊന്നും കേട്ട് നിങ്ങളാരും പോയി അനുകരിക്കല്ലേ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ വൈകിട്ട്. ഇപ്പം ചപ്പാത്തി കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇവള് ഭയങ്കര തീറ്റ കൊതിച്ചാണെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. ആൾക്ക് തീറ്റയോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവളന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇവളുടെ അനിയത്തി പുള്ളിക്കാരത്തി ആരോ നൈസായിട്ടൊന്ന് തേച്ച്, ഇവളതിന് എലിവിഷം അടിച്ചിട്ട് വായിന്ന് നൊരയും പതയും വന്ന് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇവളങ്ങോട്ട് ചോടി ചെന്നിട്ട്, എടി ദുഷ്ടേ, ക്രിസ്മസ് ആയിട്ട് നീ കേക്കും ഐസ്ക്രീമും വാങ്ങിച്ച് ഒറ്റയ്ക്ക് വെച്ച് അങ്ങ് തിന്നോ അല്ലേന്ന്. ഒന്നും നോക്കിയില്ല, കയ്യിലിരുന്ന ബാക്കി എലിവേഷം എടുത്ത് ആശാട്ടി അങ്ങ് വിഴുങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ അടുത്തടുത്ത ബെഡ് കിട്ടിയത് കൊണ്ട് 2 പേർക്കും വിണ്ടിയെ പറഞ്ഞു ഇരിക്കായിരുന്നു. അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്തത്? ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ. നിങ്ങളൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞാണോ അല്ലേ? അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഇവളോട് ഞാൻ പറഞ്ഞേ, എടി പുൽക്കൂട്ടിൽ വെക്കാൻ നമുക്കൊരു ഉണ്ണിയേശുവിനെ വേണം, എനിക്ക് ടൈമില്ല, നീ ഒന്ന് പോയി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് പറഞ്ഞേന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ക്രിസ്മസ് സെലിബ്രേഷൻ തന്ന് ഞാൻ വരും കേട്ടോ. ഒറ്റ ക്ലാസ്സിൻ്റെ വാതക്കലും പുൽക്കൂട് കാണാൻ ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൻ്റെ വാതക്കലുണ്ടല്ലോ നിറയെ ആൾക്കാർ. എനിക്ക് സന്തോഷമായില്ല, അവൾ അടിപൊളിയായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്താണല്ലോ. ഞാൻ ഓടി വന്ന് എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് ആകാംക്ഷയോടെ നോക്കി.
എന്താ കഥ? പുൽക്കൂട്ടില് ഉണ്ണിയേശുവിന് പകരം ആലിലയിൽ കിടക്കുന്ന കൃഷ്ണൻ. ഇതെന്താ സംഭവം എന്നറിയാവോ? ക്രിസ്മസിന്റെ തലേന്നാ ഇവള് ഉണ്ണിയേശുവിനെ അന്വേഷിച്ചു പോയി, എങ്ങും കിട്ടാനില്ല. ഈ വെടലെടുത്ത് ചോദിച്ചോടി, എന്തൊരു പണിയാടി നീ ഇത് കാണിച്ചത്? അതല്ലടി, ഇതാവുമ്പോഴേ നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ വിഷു വരുമല്ലേ, അതിനും കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഇങ്ങനെയുണ്ട്. അങ്ങനെ ക്രിസ്മസ് ആഘോഷം പൊടി പൊടിച്ചു. ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. അത് കുറച്ച് അടുത്ത് തന്നെയാണ്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധം, ട്രെയിനിൽ തന്നെ പോകണം. പുള്ളിക്കാരത്തി ട്രെയിനിൽ കയറിയിട്ടില്ലെന്നേ. പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ എടുക്കാൻ സമയമായപ്പം ഇവള് ഓടിക്കതച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് കയറി വന്ന്. ഞാൻ ചോദിച്ചത്, എന്തടി നീ എന്ത് കല്യാണത്തിനോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നത്? അതല്ലേടി, അതാകുമ്പോൾ നമുക്ക് ST എടുത്ത് അങ്ങ് പോവാലോ ഒന്നും. ട്രെയിനിൽ ST ഉണ്ടോ? അല്ല, ശരിക്കും ST ഉണ്ടോ അറിയാമോ? ഞാനിതാരോടാ ചോദിക്കുന്നത്? അയ്യോ, ഞാനൊന്നും ചോദിച്ചില്ല, ട്രെയിനിൽ ST ഇല്ല. അപ്പം കൂട്ടത്തിൽ വന്ന വേറൊരു തോൽവി, രമ്യ. എടി വണ്ടി, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നേ? എന്നെ കണക്ക് ID കാർഡ് ഇട്ടുകൊണ്ട് വന്നാൽ പോരായിരുന്നോ? നമുക്ക് ST അടിച്ചങ്ങ് പോകാമായിരുന്നല്ലോ എന്ന്. പിന്നെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ബുദ്ധിമതി ഞാനായതുകൊണ്ട് പറഞ്ഞു, എടി വെമ്പിള്ളേരെ, നിനക്കൊന്നും വേറെ ജോലിയില്ലേ? 2 സ്റ്റോപ്പ് അപ്പുറം ഇറങ്ങുന്നതിന് എന്തിനാ ടിക്കറ്റ് എടുക്കുന്നത്? നമുക്ക് ടിക്കറ്റ് എടുക്കാതെ അങ്ങ് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോയി. ഈ കല്യാണത്തിന് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയാവോ? നന്നായിട്ട് ഒരുങ്ങി പോവുക, അവിടെ പോയി പയ്യന്മാരെയൊക്കെ വായി നോക്കുക. ഓ, അതൊക്കെ പറഞ്ഞപ്പോൾ മൊഞ്ചത്തിമാരുടെയൊക്കെ ഒരു ചിരി. സത്യം പറ, ഈ ക്രിസ്മസിന് എത്ര കല്യാണത്തിന് പോയി? അയ്യടാ നാണം. അല്ലെങ്കിലും പെൺപിള്ളേർ പറയില്ല, എൻ്റെ പൊന്നാങ്ങളമാർ പറയും, നിങ്ങൾ കല്യാണത്തിന് പോകുന്നത് നല്ല സെറ്റായിട്ട് ഒരുങ്ങി വരുന്ന പെൺപിള്ളേരെ നോക്കാനല്ലേ? സത്യം പറ. അയ്യോ പുണ്യാളന്മാർ, അയ്യോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടോ. ഞാനൊക്കെ ഭയങ്കര പ്രതീക്ഷയിൽ ഒരുങ്ങിപ്പോയി. എൻ്റെ പ്രതീക്ഷകളൊക്കെ ആകെ അസ്തമിച്ചുകൊണ്ട് ഇത്രയും ഒരുങ്ങിച്ചെന്ന് എന്നെ ഒന്നും ഒരുത്തനും നോക്കിയില്ലെന്നേ. ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന അലവലാതി. അവൾ അവിടെ നിന്ന് ഒരു ലൈനെ സെറ്റാക്കിക്കൊണ്ടിങ്ങി വന്ന്. അപ്പം പിന്നീട് ഇത് സ്ഥിരം ഇവൻ്റെ വരവായി. ഞാൻ ചോദിച്ചു, എടി നമ്മൾ അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ, നിനക്ക് ഇവനെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെയൊന്നും ഇല്ലടി, അവനെ ലവ് ലെറ്റർ തരുന്നത് ചോക്ലേറ്റ് പൊതിഞ്ഞ, അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ഡെയിലി അതൊരെണ്ണം കഴിക്കാമല്ലോ എന്ന്. അങ്ങനെ ഈ 11 മണി സമയമാകുമ്പം ഡെയിലി ഇവൻ ചോക്ലേറ്റും ലവ് ലെറ്ററുമായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് ഏകദേശം ഒരു 6 മാസമായി കാണും. 6 മാസം കഴിഞ്ഞൊരു ദിവസം ഞാൻ നോക്കിയപ്പോൾ 11 മണിക്ക് ഇവളിരുന്ന് പപ്സ് കഴിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടി? അല്ലടി, ചോക്ലേറ്റ് മടുത്ത് ഞാൻ അവനെ അങ്ങ് തേച്ച്, ഇപ്പം പപ്സ് കൊണ്ടുവരുന്ന ഒരുത്തനാ, അപ്പം അവനുമായിട്ട് സെറ്റാന്ന്. അപ്പം ഞാൻ ചോദിച്ചെടി, എന്നാലും അത് മോശമല്ലേ? ഉടനെ ഇവളെ എടുത്ത് വായിക്ക് പറയുവാണേ, അവൻ മണ്ടൻ, അവൻ ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റിക്കൂടായിരുന്നു ഒന്നും. നോട്ട് ദ പോയിന്റ്, ബാക്കിലിരിക്കുന്ന ബോയ്സ് ആർക്കെങ്കിലും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഫ്ലേവറൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ ഇവൻ വെറുതെ വിടുവോ? നമ്മൾ പയ്യന്മാരങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ വിടുവോ? ഇവൻ എന്തെയ്തെന്നറിയാവോ? ഇവളുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിങ്ങെത്തി. അതും പാതിരാത്രിക്ക് നല്ല കറുത്ത മാസ്കും വെച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങ് വന്നു. ഇവളുടെ അമ്മച്ചി ഉണ്ടല്ലോ, വീട്ടിൽ ആറ്റുനോറ്റ് നല്ലൊരു പേരമരം വളർത്തുന്നുണ്ട്. അതിങ്ങനെ പടർന്ന് പന്തളിച്ച് നല്ല പൂത്ത് കായ്ച്ച സമയം. അമ്മച്ചിയാണെങ്കിൽ ഇത് വവ്വാലൊന്നും അടിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മച്ചി നോക്കിയപ്പോൾ പതിവില്ലാതെ പേരമരത്തിൽ ഒരു വവ്വാല്. അമ്മ ശരിക്കും വവ്വാലാണെന്ന് വിചാരിച്ച് എടുത്ത ഒറ്റ ഏറ്. ലവൻ താ കിടക്കുന്ന ചക്കട പൊക്കടം എന്ന് പറഞ്ഞ് താഴെ. എങ്ങനെ നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴത്തിൽ ലാലേട്ടൻ പറയുന്ന പോലെ, കിടക്കണ കണ്ടില്ലേ വെട്ടിയിട്ട പാഴ പോലെ. ലാലേട്ട ഫാൻസ് ആരും ഇല്ലേ? ഒരു കയ്യടി പോലും കിട്ടിയില്ല. ഇവനങ്ങ് താഴെ വീണല്ലോ. അപ്പൊ ഇവള് വിചാരിച്ച് അതോടുകൂടി ഇവന്റെ ശല്യം അങ്ങ് തീർന്നെന്ന്. എവിടെന്ന്? പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പം താ നിൽക്കുന്ന ഗേറ്റിന്റെ വാതൊക്കെ ഇവളെ കണ്ടതും ചെവുക്കുറ്റി നോക്കി ഒന്നങ്ങ് ഒട്ടിച്ച്. എൻ്റെ ഈശ്വരാ, ഇവളങ്ങ് കരച്ചില്. ഞാൻ ആശ്വസിപ്പിക്കുവോ, എൻ്റെ മോളെ നീ അടങ്ങ്, പോട്ട്, സാരമില്ല. ഇല്ലടി, എൻ്റെ പപ്സ് താഴെ പോയടി. അവൻ അടിച്ചതിനേക്കാളും വലിയ സങ്കടമായി പപ്സ് താഴെ പോയത്. പിന്നെ എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ പറഞ്ഞങ്ങ് ആശ്വസിപ്പിച്ച്, ഒരൊറ്റ വാക്കിൽ അവളങ്ങ് ആശ്വസിച്ച്. ഞാൻ പറഞ്ഞ്, പോട്ട് മോളെ, ചേച്ചി നിനക്ക് ബിരിയാണി വാങ്ങിക്കുന്ന ഒരുത്തനെ അങ്ങ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതോടെ ആ കരച്ചിലങ്ങ് തീർന്നു. അങ്ങനെ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞു കേട്ടോ. കോളേജ് കാലഘട്ടം കഴിയുമ്പം നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ, നല്ലൊരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്. ഇതിൽ ബിസിനസ് തുടങ്ങാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഉണ്ടല്ലേ? അപ്പോൾ ഇവൾക്ക് ഒരു വാശിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ബോസും വേണ്ട, ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്യില്ല. അങ്ങനെ പുള്ളിക്കാരത്തി സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചു. വീട്ടുകാരെ നിർബന്ധിച്ച് വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ചു. നല്ലൊരു ബേക്കറി അങ്ങ് തുടങ്ങി. ദോഷം പറയരുത്, വമ്പൻ ലാഭമായിരുന്നു. അവൾക്കല്ല, വീട് ജപ്തി ചെയ്ത ബാങ്കുകാർക്ക്.
അപ്പം വീടൊക്കെ ജപ്തിയാകുമ്പോ എന്തായാലും വീട്ടുകാരൊന്ന് കുറ്റപ്പെടുത്തുമല്ലോ. പക്ഷെ ഇവക്ക് അപാര തൊലിക്കട്ടിയാ. കുറ്റപ്പെടുത്തലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി കൂടുതലെന്ന് പറഞ്ഞ പോലെ ഇവിടെയും അവൾ ആ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു. ഇവളെന്ത് ചെയ്തെന്നറിയാവോ? അങ്ങ് ആത്മഹത്യാ നാടകം കളിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പെരയ്ക്കകത്താകുമ്പോൾ ഇതാരും കാണത്തില്ലല്ലോ. പുള്ളിക്കാരത്തി എന്തോ ഇത് കയറൊക്കെ എടുത്ത് നേരെ വീട്ടിലെ നമ്മുടെ പേരമരത്തിൽ കയറൊക്കെ ചുറ്റി ഈ റോഡിന്റെ സൈഡിലാട്ടോ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു അമ്മാവൻ സൈക്കിളിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വരുമ്പോൾ ചാടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പുള്ളിക്കാരൻ സൈക്കിളിൽ വന്നപ്പോൾ കുറച്ച് സ്പീഡിൽ പോയി. ഇവള് പെട്ടെന്ന് എടുത്തങ്ങ് ചാടി. പക്ഷെ ആ ചാടിയ കൂട്ടത്തിൽ ആകെ മറന്ന് കഴുത്തെല്ലാം കയറിടാൻ മറന്നുപോയി. കൈയും കാലും ഒടിഞ്ഞിട്ട് ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ച് അവൾക്ക് കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കണ്ടന്റിൻ്റെ അക്ഷയപാത്രമാണേ കിടക്കുന്നത്. പക്ഷേ ഫ്രൂട്ട്സ് ഒക്കെ ഇച്ചിരി അധികം മേടിക്കേണ്ടി വരും. നമ്മൾ ചാടിയപ്പോൾ ഉണ്ടല്ലോ, ആ പാവം പിടിച്ച അമ്മാവനും സൈക്കിളും എല്ലാം കൂടെ. ഇപ്പൊ പുള്ളി അതിൻ്റെ അപ്പുറത്തെ ബെഡിലാന്ന്. എന്ത് ചെയ്യാനാ?